അല്ല ഭയങ്കര കാര്യം ചോദിക്കട്ടെ, അപ്പൊ നിങ്ങൾ ഇത്രയും വലിയ മസാല നമുക്ക് തന്നിട്ടുണ്ട് ചേട്ടാ. ഇവിടെ 2-3 കൊല്ലമായിട്ട് ഇവിടെ ഈ സാധനം തന്നെ കൊടുക്കണേ. പക്ഷെ നിങ്ങൾ മസാലയുടെ കൊല കണ്ടില്ലേ? നിങ്ങൾ ഈ മസാല ഇത്രയും വലിയ സാധനം നിങ്ങൾ ഈ പ്ലേറ്റ് കൊടുക്കുന്നത് ശരിയാണോ? ഇന്ത്യൻ കോഫി ഹൗസിലും ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലും ഒക്കെ കൊടുക്കുന്ന ഒരു രീതി ഉണ്ട് അല്ലേ? അതിനെക്കാട്ട് സ്റ്റാൻഡേർഡ് ഹോട്ടലിലെ കോമള എന്ന് പറയുന്നത് നിങ്ങളുടെ കോമള ബേക്കറിൽ നമ്മൾ സ്ഥിരമായിട്ട് ബേക്കറി സാധനം മേടിക്കുന്നതാണ്, ഫാമിലി ആയിട്ട് വന്നിട്ടില്ലാണ്. ഇത് ഈ അങ്ങോട്ട് ഇങ്ങോട്ട് മുട്ടിയിട്ട് നിങ്ങൾ ഈ ഡെറ്റോളും മറ്റോട്ട് തുടക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്കാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഈ പറഞ്ഞ ആൾക്കാർ കഴിക്കുന്നുണ്ട്, എന്റെ ഭാര്യ കഴിക്കുന്നുണ്ട്, ആ മുലപ്പാലിലാണ് എന്റെ കുട്ടി പാല് കുടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഈ ഒരു വലിപ്പം കൺസിഡർ ചെയ്ത് വലിയ പ്ലേറ്റ് ചോദിച്ചുകൂടെ? ആ വലിയ പ്ലേറ്റ് ചോദിച്ചപ്പോൾ വലിയ പ്ലേറ്റ് തരാനില്ല. മാനേജറെ വിളിച്ചപ്പോ എന്താണ്, മാനേജറെ വേണമെങ്കിൽ അങ്ങോട്ട് പോയിട്ട് കണ്ടോളാൻ ആള് പറയണത്. പിന്നെ ഒരു കൊടുക്കുന്നത് വലിയ പ്ലേറ്റ്. ഇത് എന്ത് സർവീസാണത്? ഇതൊക്കെയാണോ രീതി എന്ന് പറയുന്നത്? നമ്മള് കോമളന് അത്യാവശ്യം കഴിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഒരു രീതി ഉണ്ടായിരുന്നു കോമളക്ക്. ഇപ്പൊ എന്തൊരു മോശമായത്? ഞാൻ നിങ്ങളുടെ കോമള ബേക്കറിയിൽ നിന്ന് ഇപ്പൊ ഓൾറെഡി ഈ 2 ആൾക്കാരും ഓൾറെഡി ഭക്ഷണം കഴിച്ചിട്ട് അവൾക്ക് ദോശ സ്പെഷ്യലായിട്ട് കഴിച്ചിട്ട് വന്നത്, മനസ്സിലായില്ലേ? പട്ടാമ്പ് റോഡ് സാധനം എന്ന് പറഞ്ഞിട്ട് എന്നിട്ടാണ് ഈ മോശം സർവീസ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ നിന്ന് കൊടുന്നാലും എങ്കിലും നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ വിളിച്ചു തന്നെ ഒരാൾ ഇവിടെ വന്നിട്ടില്ല. ഇതിപ്പോ ആരെ പേരുണ്ടായിരുന്നു? നിങ്ങളടുത്ത് ഞാൻ മാനേജർ വിളിക്കാൻ പറഞ്ഞ നിങ്ങൾ എന്താ പറഞ്ഞ? എന്റെ അടുത്ത് മാനേജറെ വിളിക്കുന്ന പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? എടാ, ഒരു ഹോട്ടലിന്റെ രീതി ഉണ്ട്. ഒരു കസ്റ്റമർ വന്നിട്ട് ഒരാളെ വിളിക്കുക എന്ന് പറയുമ്പോ ഇവിടെ വന്നിട്ട് കോൾ ചെയ്യല്ല. ഒരാള് ടേബിളിലിരിക്കുമ്പോ കസ്റ്റമറാണ് കിങ് അല്ലേ? ഒന്ന് വിളിക്കുക എന്ന് ചോദിക്കുമ്പോ നിങ്ങളത് ആക്ട് ചെയ്യണം. എവിടുന്ന് കോണ്ടാക്ട്സിന്റെ കാര്യം? ഈ കോണ്ടാക്ട്സിന്റെ കാര്യം ചോദിച്ചത് ഞാൻ മാനേജറിനെ ചോദിച്ചത്. എവിടുന്ന്? ഞങ്ങൾ അവിടെ കസ്റ്റമറായിട്ട് ഇരിക്കുമ്പോ ഒരാള് നിങ്ങളുടെ സ്റ്റാഫ് മാനേജറെ വിളിക്കുമെന്ന് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ അടുത്ത്. മാനേജറായിട്ട് വിളിക്കുമെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? കഴിക്കാൻ താല്പര്യം. അതേ പറഞ്ഞു. ആ ബില്ല് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് താല്പര്യമില്ല വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്ത ഭക്ഷണമാണ്. പക്ഷെ ആ ഭക്ഷണം ഞാൻ താല്പര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വലിയ പ്ലേറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കഴിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചു. ഓക്കെ, നിങ്ങൾ വലിയ മസാല ദോശക്ക് കൊടുക്കുന്നത് ചെറിയ പ്ലേറ്റ് ആണ്. ഇങ്ങനത്തെ കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. അല്ല, പറയേണ്ടടുത്ത് പറയണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കുക, ചോറ് കഴിക്കേണ്ട പ്ലേറ്റ് ആണത്. ആ പ്ലേറ്റിന്റെ വലിപ്പം നിങ്ങൾ വെച്ച സാധനം അല്ലല്ല, അത് പരിപാടി ഇല്ല. നിങ്ങളുടെ ബില്ല് എന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞു. അത് പറ്റില്ല. അയ്യേ, ആ പരിപാടി നമുക്കില്ല. ഒരിക്കലും ഇല്ല. ഭക്ഷണം വേസ്റ്റാക്കാൻ പാടില്ല. നീ അത് പോയി എടുക്കാം, നമുക്ക് പോയി കൊടുക്കാം, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫുഡ് കൊടുക്കുമ്പോ സെർവ് ചെയ്യുമ്പോ സൂക്ഷിച്ച് സെർവ് ചെയ്യാം. ഞാൻ ഇത്രയും ബഹളം ഉണ്ടാക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ഉണ്ടല്ല. ഞാൻ പല സ്ഥലങ്ങളിലും ഇന്ത്യൻ കോഫി ഹൗസിലായാലും ശരി, സാധാരണ ഹോട്ടലിലായാലും ലീമറിലും പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. അതിന്റെ ഒരു സ്റ്റാൻഡേർഡും കാര്യങ്ങളുണ്ട്. ഇപ്പൊ കേരളം പോയിട്ടും കഴിക്കാറുണ്ട്. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രീതികളുണ്ട്, കൊടുക്കുന്ന ലൈക്ക് അതിന്റെ പ്ലേറ്റ്സും കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ ചോറുള്ള പ്ലേറ്റിലല്ല മസാല കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? അതിനൊരു വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, നിങ്ങൾ ഇത് പറയണ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളടുത്ത് ചിലപ്പോ 16 കസ്റ്റമർ ഒന്ന് കയറിയിട്ടുണ്ടാവും. പക്ഷേങ്കിൽ ഒരു കസ്റ്റമറെങ്കിലും നമുക്ക് മുഖത്തേക്ക് സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലാണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, നിങ്ങൾ ഇവിടുത്തെ സ്റ്റാഫാണ്. നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ ഈ 3 ദോശ കഴിക്കുമ്പോൾ എത്ര രൂപ വരും? മാക്സിമം 16 രൂപ വരുമോ? ഇല്ലല്ലോ, അത്രയും കോസ്റ്റ് വരുന്നില്ല. പക്ഷെ കഴിക്കുന്ന ആൾക്കാർ ഇപ്പൊ നാളെ എന്റെ ഫാമിലി കൊണ്ട് വരണോ? കാരണം ഈ ഹോട്ടലിൽ സ്ഥാപനത്തിലാണ് പ്രശ്നം, പിന്നെ ഫാമിലി ആയിട്ട് വരരുത്. അത് നല്ലത് അല്ല, അത് തിരുത്തണം. കാരണം കോമണായിട്ടുള്ള ബന്ധമില്ല. ഈ ഹോട്ടലിൽ ഞാൻ ആയിട്ട് വരുന്നത് ബാത്റൂം ഇവിടെ പറ്റില്ലല്ലോ. ഇവിടെ ബാത്റൂം വെക്കേണ്ട കാര്യം ഞാൻ പറയുന്നത്. ബാത്റൂം വൃത്തിയിൽ ഞാൻ തുറന്നു പറയും. അടുത്ത പ്രാവശ്യം വരരുത്. അതാണ് ദയവീട് ചെയ്ത്. അങ്ങനല്ല, അതല്ലെങ്കിൽ ശരി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു കാര്യം ശരിയല്ല. ബാത്റൂമിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, അത് ഓരോ കസ്റ്റമറിനും ഓരോ ഇതുണ്ടാവല്ലോ, ഓരോ താല്പര്യം ഉണ്ടാവില്ലേ. ഇന്ന കസ്റ്റമർക്ക് എടോ ആരെയാണ് താല്പര്യം പറഞ്ഞത്? നിങ്ങളിവിടുത്തെ കുന്നോളത്തെ ലോക്കൽ റെസ്റ്റോറന്റിൽ നോക്ക്. അവിടെ എന്താണ് ഒരു ദോശ കൊടുക്കുമ്പോ അതിന്റെ പ്ലേറ്റിന്റെ വലിപ്പം എന്താണെന്ന് നോക്ക്. നിങ്ങൾ കൊടുക്കുന്ന പ്ലേറ്റിന്റെ വലിപ്പം നോക്കുങ്ങള്. ആ കോംപ്ലൈന്റ് പ്രശ്നം കഴിച്ചിട്ടുണ്ട്. അവിടുത്തെ പ്ലേറ്റിന്റെ വലിപ്പം എന്താ? ഈ വലിപ്പത്തിലാ? ഏത് കുന്നാണോ കോമലല്ല? ഈ വലിപ്പത്തിലാണ് അല്ലേ? ഉറപ്പല്ലേ? ശരി, ഞാൻ
നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.